കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചു. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പാർത്തി ആരാണെന്നൊരു ചോദ്യം പോലെയാണ് അനിരുദ്ധം പേര് വിളിച്ചെങ്കിലും നോട്ടെത്തിയെന്ന് കറക്റ്റ് പാർത്തിയിൽ തന്നെയാണ്. ഞാനാ പാർത്തി. ഓ, അപ്പൊ നീയാണ് ഇവിടെ ഹീറോ. എനിക്കാദ്യമേ തോന്നി. അപ്പോഴീ തിങ്കൾ തന്നെ ആക്കിയതാണോ അയാളെന്നറിയാതെ പാർത്തി അത് കേട്ട് നിൽക്കുമ്പോൾ, തിങ്കളാവും സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് സർ. മിഥുനാണ് അനിരുദ്ധമുള്ള മറുപടി കൊടുത്ത്. ആ മറുപടിയിൽ അവിടെ നിന്ന് ഉദയും ശ്യാമും സുരേന്ദ്രൻ ഞെട്ടി. വിജീഷ് അവിടെ കൂട്ടത്തില്ല. അടി തുടങ്ങിയപ്പോഴേ അവൻ മുങ്ങിയിരുന്നു. അനിരുദ്ധൻ തിരിഞ്ഞ സുരേന്ദ്രനെ നോക്കി. തിങ്കളെന്ന പേര് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടല്ലോ സുരേന്ദ്ര. ആ പറച്ചിലിൽ പാർത്തിയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അന്ന് ഞാൻ കൊണ്ടുവന്ന ടീ കേക്കില്ലേ സർ, അത് ഈ തിങ്കളുണ്ടാക്കിയതാ. ഓ, തൻ്റെ മകൾക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിന് കൊണ്ടുവന്ന കേക്കല്ലേ? അതേം തലയാടി സുരേന്ദ്രൻ. പാർവതി എൻട്രൻസ് എക്സാം ജയിച്ച് ഈ ആഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ശരിയായത്. അതിനൊരു മധുരമായി സ്റ്റേഷനിൽ ടീ കേക്ക് കൊണ്ടുകൊടുത്തിരുന്നു സുരേന്ദ്രൻ. തിങ്കളോട് പറഞ്ഞുണ്ടാക്കിച്ചതാണത്. അത് ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് കേക്കിന് ഓർഡർ ഇടയ്ക്കൊക്കെ അവൾ കിട്ടാറുണ്ടായിരുന്നു. ഏതെങ്കിലും കേസിനെ സംബന്ധിച്ചാൽ ആ വാ തുറക്കാത്ത അനിരുദ്ധൻ ആ ടീ കേക്ക് എടുത്ത് കഴിച്ച് ആദ്യമായി ഒരു ക്യാഷ് ഓട്ടോക്കായി ചോദിച്ചത് ഈ കേക്ക് എവിടുന്ന് വാങ്ങിയെന്നായിരുന്നു. അന്ന് തന്നെ തിങ്കളെ പറ്റി ചെറിയൊരു വിശദീകരണം അയാൾ അനിരുദ്ധന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അനിരുദ്ധനായി പിന്നെയും ഫ്രീ ആയി സംസാരിക്കാൻ അയാൾക്ക് പറ്റിയത്. പക്ഷെ പാർത്തിയുടെ കാര്യത്തിൽ സുരേന്ദ്രൻ നല്ല ഞെട്ടി. നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പാർത്തിക്ക് തിങ്കളോട് ഇഷ്ടമുണ്ടെന്നത് അയാൾ ഇപ്പോഴാണ് അറിയുന്നത്. പ്രണവ് വീട്ടിൽ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ പറഞ്ഞറിയിക്കാൻ ഇവനല്ലേ ഇങ്ങോട്ട് ഇഷ്ടം, അവൾക്കല്ലല്ലോ. അനിരുദ്ധൻ വീണ്ടും പാർത്തിക്ക് നേരെ തന്നെ തിരിഞ്ഞു. യാതൊരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നവനെ കണ്ട് അവനടുത്തേക്ക് ചൂടുകൾ വെക്കാൻ തുടങ്ങുമ്പോഴാണ് സാർ എന്നൊരു വിളി. അനിരുദ്ധനൊപ്പം എല്ലാവരും തിരിഞ്ഞു നോക്കി. സ്ഥലം MLA മനോഹർ തെക്കേടത്ത്. അങ്ങനെ പേര് ദോഷമൊന്നും കേൾപ്പിക്കാതെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം വിളിക്കാൻ കഴിയുന്ന മനുഷ്യൻ. അയാളുടെ കൂടെ തന്നെ ഒരു വക്കീലും വന്നിട്ടുണ്ട്. അനിരുദ്ധൻ ടേബിളിനപ്പുറത്ത് ചെയർ വലിച്ചിട്ടിരിക്കുന്നതിനൊപ്പം ആരോട് ഇരിക്കാൻ പറഞ്ഞു. സർ, ഈ നിൽക്കുന്ന അക്ഷിതന്റെ അളിയനാണ്, ഭാര്യയുടെ അനിയൻ. അപ്പുറം തല്ലുകൊണ്ട് ആവശ്യനായി നിൽക്കുന്നവരിൽ സ്വല്പം പൊക്കത്തിൽ ഇരുനിറത്തിൽ നിൽക്കുന്നവൻ രൂക്ഷമായി നോക്കി അയാൾ പറയുമ്പോൾ അവിടെ നിൽക്കുന്നവന്റെ തലയും പേടിയിൽ കുനിഞ്ഞിട്ടുണ്ട്. അവന്റെ മാത്രമല്ല, കൂടെയുള്ള കൂട്ടാളികളുടെയും. അവരുടെ ആ പേടിച്ചുള്ള നിൽപ്പ് കണ്ട് അയ്യേ എന്ന പോലെ അവരെ നോക്കി പാർട്ടിയും ബാക്കിയുള്ളവരും നിന്നു. മാപ്പ് പറച്ചിൽ നടന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരസ്യമായി തന്നെ അവർ പാർട്ടിയോടും മറ്റുള്ളവരോടും മാപ്പ് പറഞ്ഞു. അവർ മാപ്പ് പറയും, കേസൊന്നുമില്ല, ഒത്തീർപ്പാക്കണമെന്ന് MLA അത്രയും റിക്വസ്റ്റ് ചെയ്താണ്. പക്ഷെ എത്ര റിക്വസ്റ്റ് ചെയ്താലും അതാരാണെങ്കിലും അനിരുദ്ധനെ എന്ത് തീരുമാനിക്കുന്നു അതേ ഇപ്പോൾ ആ സ്റ്റേഷനിൽ നടക്കുകയുള്ളൂ. അത് അങ്ങേരോ നേരിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ എങ്കിലും എല്ലാ പോലീസുകാർക്കും പിടികിട്ടിയ കാര്യമാണ്. അങ്ങനെ മറ്റൊരാളുടെ വാക്കേട്ട് തീരുമാനം എടുക്കുന്ന ആളല്ലാത്തതുകൊണ്ട് MLAയുടെ പറച്ചിലൊന്നും ഇവിടെ വിലപ്പോവില്ലെന്ന് വിചാരിച്ചെങ്കിലും അനിരുദ്ധനെന്തോ ഇത് കേസാക്കിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ കേസാക്കിയാണെങ്കിൽ ഈ നിൽക്കുന്നവന്മാർക്കെതിരെയും കേസ് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിക്കെതിരെ കേസെടുക്കേണ്ടി വരും. തിങ്കളിന്റെ കയ്യിൽ കയറി പിടിച്ചെന്ന് പറഞ്ഞവൻ അമ്മാതിരി അടിയടിച്ചല്ലേ ചുരുട്ടിക്കൂട്ടി ആശുപത്രിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഒരടിയോ രണ്ടടിയോ കൊടുത്ത പ്രശ്നമില്ലായിരുന്നു, സെൽഫ് ഡിഫൻസ് ആയി കണക്കാക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. അവന്റെ അടി കിട്ടിയവൻ ഇനിയും നിവർ നിൽക്കണി തന്നെ 2 ദിവസം പിടിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് വന്ന് ആ ഒരു സാഹചര്യത്തിൽ അവർ പാർട്ടിക്കെതിരെ കേസ് കൊടുത്താൽ അത് തള്ളിപ്പോവില്ല, പ്രശ്നം തന്നെയാണ്. MLAയുടെ അളിയൻ അക്ഷിതിന്റെ സുഹൃത്ത് തന്നെയാണ് ആ അടികൊണ്ട് കിടക്കുന്നവൻ. അളിയനോട് വലിയ മതിപ്പൊന്നും MLA മനോഹരനില്ല. പക്ഷേ ഭാര്യയുടെ അനിയനായി പോയല്ലോ. അക്ഷിതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരോ മനോഹരന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു. കരഞ്ഞുകൊണ്ട് ഇത് അവസാനമാണ്, ഇനി ആ പ്രശ്നത്തിനൊന്നും പോകാൻ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവൾ ഉറപ്പുകൊടുത്തിട്ടാണ് അയാൾ ഇവനെ ഇറക്കാനായി ഇങ്ങോട്ട് വന്ന്. അടികൾ ആരെങ്കിലും വീഴേണ്ട കാര്യമാണ്. പക്ഷെ ഇത് പാർട്ടിയുടെ ആവശ്യമില്ലല്ലോ. തന്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് തന്നെയാണ് അയാൾ നേരിട്ട് വന്നു. അയാളുടെ മാന്യമായ പെരുമാറ്റം കൊണ്ട് തന്നെയാണ് സാർ ഇതിങ്ങനെ ഒതുക്കി തീർത്തെന്ന് പോലീസുകാരും വിചാരിച്ചു. ആ MLA വന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരെ ഇറക്കാത്തുമ്പോഴേക്കും എല്ലാം ഒത്തീർപ്പായിട്ടുണ്ടായിരുന്നു. പ്രദീപനും അപ്പോൾ തന്നെയാണ് വക്കീലിനെയും കൊണ്ട് എത്തിയത്. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. മക്കളെയും കൊണ്ട് തിരിച്ചവർ പോകാൻ തുടങ്ങുന്ന നേരം പാർട്ടിയുടെ മുന്നിൽ തടസ്സമായി അനിരുദ്ധന്റെ കൈ നീണ്ടു. ഇവന്റെ അച്ഛൻ ഇതിലേതാ? ഇപ്പോൾ വന്നവരോടായിരുന്ന ചോദ്യം. എനിക്ക് അച്ഛനില്ല, പാർട്ടി തന്നെയാണ് അതിന് മറുപടി കൊടുത്തത്. അത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അനിരുദ്ധൻ തിരിഞ്ഞ് അവനെ നോക്കി. അവന്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി സർ, എന്റെ സുഹൃത്തായിരുന്നു. സുരേന്ദ്രനാണത് പറഞ്ഞത്. അതിനൊന്ന് അമർത്തി മൂളി അനിരുദ്ധൻ തിരിഞ്ഞ് CI റൂമിലേക്ക് നടക്കുമ്പോൾ അയാളുടെ വലം കൈയിൽ പാർട്ടിയുടെ കൈ ഉണ്ടായിരുന്നു. പാർട്ടി അതൊന്ന് വിടുവിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഇയാളെന്തിനാ അവനെയും കൊണ്ട് വന്നേ? പ്രണവ് വന്ന് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ അവനെ കടുപ്പിച്ച് നോക്കി. ഇയാളോ? മര്യാദ സാറിന് വിളിക്കടാ. പിന്നെ പാർട്ടി കുറെ വരെ തള്ളി പദം വരുത്തിയിട്ടില്ലേ, അതിനെ കുറിച്ച് ചോദിക്കാനായിരിക്കണം കൊണ്ടുപോയത്. അങ്ങനെയൊന്നും നിസ്സാരായി കാണുന്നയാളല്ലത്. സാറ് ഇനിയും തല്ലി അവനെ? മിഥുനും ചോദിക്കുന്നുണ്ട്. അതിന് സുരേന്ദ്രന് മറുപടി ഉണ്ടായില്ല. കാരണം അങ്ങയുടെ സ്വഭാവം പോയവന്റെ സ്വഭാവം വെച്ച് ഒരെണ്ണം കൂടി പൊട്ടിയാൽ അതിശയിക്കാനില്ല. അച്ഛൻ കൂടെ ചെന്നോക്ക്, പ്രണവ് പറഞ്ഞെങ്കിലും വിളിക്കാകത്തേക്ക് കയറിപ്പോള ധൈര്യം സുരേന്ദ്രനില്ല. ചെല്ലങ്കിളെ എല്ലാവരും കൂടെ പിന്നെയും പറയുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണം, അവരൊന്നും ചെയ്യുന്നില്ല സാറ്, ഇപ്പൊ വരും. സുരേന്ദ്രൻ തൽക്കാലം അവരുടെ വാടപ്പിച്ച് നിർത്തി. അവർക്കൊപ്പം തന്നെ ടെൻഷനോടെ ആ മുറിയിലേക്ക് നോക്കി നിന്നു.
നിനക്കെന്താണോ ഇത്രക്ക് ശൗര്യം? മുറിയിലേക്ക് എത്തിയപ്പോഴേക്കും തന്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയി നോക്കി മുരളും പോലെ അനിരുദ്ധൻ ചോദിച്ചു. പാർത്ഥിയൊന്നും മിണ്ടിയില്ല. എന്നാലും മുഖവും ചുവന്ന് പല്ലും കടിച്ച് അനിരുദ്ധനെ നോക്കി പേടിപ്പിക്കുമ്പോൾ തന്നെയാണ് അവന്റെ നിൽപ്പ്. നിനക്ക് വേറെ ആരാടാ ഉള്ളത്? കൈയും കെട്ടി ടേബിൾ ചാരിന്നുണ്ടുള്ള ചോദ്യത്തിന് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് മറുപടി കൊടുത്ത് പാർത്ഥി. ഓ, അപ്പൊ അമ്മ മോനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചാണ് ഈ കണ്ടതൊക്കെ. ശാസിക്കാനും ശിക്ഷിക്കാനും ആരുമില്ലാത്തതുകൊണ്ട് ആരുടെ നെഞ്ചത്തെയും കയറാന്ന് വെച്ചോളാ നീ. അങ്ങനെ കണ്ടവന്മാരുടെ നെഞ്ചത്തേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല സാറേ. പിന്നെ എന്റെ പെണ്ണിനെ തൊട്ട് തന്നെ വെറുതെ വിടാൻ മാത്രം പുണ്യവാനുമല്ല ഞാൻ. അനിരുദ്ധന്റെ ശാസനയിലൊന്നും പേടിക്കാതെ യാതൊരു കൂസലുമില്ലാതെ അവൻ പറഞ്ഞു നിർത്തി. അതിനിങ്ങനെ അടിച്ച് ചാവറാക്കിയാണോ വേണ്ടേ? ആർക്കെന്തെങ്കിലും പറ്റിയെന്നെങ്കിൽ ആര് സമാധാനം പറയും? അമ്മയുടെ മോന് ജയിലിൽ പോയി കിടക്കാം കൊലക്കുറ്റത്തിന്. പാർത്ഥി അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. ഇനി ഇതുപോലെ പ്രായത്തിന്റെ ചോരത്തിളപ്പ് കാണിച്ച് ആരെങ്കിലും നീ പരുവത്തിലാക്കിയെന്ന് ഞാൻ അറിഞ്ഞാ. സ്ട്രോങ് വാർണിംഗ് കൊടുത്തുകൊണ്ട് അവനോട് പോയിക്കൊള്ളാൻ അനിരുദ്ധൻ പറയുമ്പോൾ പാർത്ഥി തിരിഞ്ഞടന്നു. ദാ, പെട്ടെന്നുള്ള വിളിയിൽ നിന്നവൻ അനിരുദ്ധനെ നോക്കി. നീ സ്നേഹിക്കുന്ന എന്താ പേര്? തിങ്കൾ. ആ കുട്ടിക്ക് നിന്നോട് തിരിച്ചെങ്ങനെയാ? സ്നേഹം തന്നെയാണോ? ടേബിളിരിക്കുന്ന ഒരു ഫയലെടുത്ത് തിരിഞ്ഞുകൊണ്ട് പാർത്ഥിയെ നോക്കി അനിരുദ്ധൻ പുരികം പൊക്കി. ഇയാളെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നോർത്ത് പാർത്ഥിയുടെ മുഖം പിന്നെയും മുറുകി. പറയടാ. അല്ല, ആദ്യം ജയിക്കാൻ ആണെന്ന് പറയാമെന്ന് കരുതിയെങ്കിലും പല്ലുകടിച്ച് സത്യം തന്നെ മറുപടിയാവും കൊടുക്കുമ്പോൾ അനിരുദ്ധൻ ചുണ്ടൊന്ന് കടിച്ച് പൊട്ടി വന്ന് ചിരിയടക്കി. തോന്നി എനിക്ക്. ഇപ്പൊ ചെല്ലു നീ. അതും പറഞ്ഞയാൾ തിരിഞ്ഞയാളുടെ ചെയറിലേക്ക് പോയിരിക്കുമ്പോൾ പാർത്ഥി വെട്ടിത്തിരിഞ്ഞ് വാതിൽ തുറന്ന് ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർത്ഥി, ഈ ദേഷ്യം കുറക്കണമെന്ന്. അല്ല, ഇവനെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. കൂട്ടുകാരനെ പിടിച്ചു മാറ്റുന്നതിന് പകരം അവന്റെ കൂടെ അടിക്കാനല്ലേ ബാക്കിയുള്ളവർക്കും താല്പര്യം. ഇന്നിപ്പോ തെറ്റു മുഴുവൻ മറ്റന്മാരുടെ ഭാഗത്തായതുകൊണ്ട് സാറിന് ഇങ്ങനെ ഒഴിവാക്കി വിട്ടു. പക്ഷെ എപ്പോഴും ആൾക്കാരിങ്ങനെ എടുത്തിട്ട് അടിക്കാൻ ആർക്കും ആരും അധികാരം കൊടുത്തിട്ടില്ല. 1-2 അടിയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇത് അങ്ങനെയാണോ? അബദ്ധത്തിൽ വല്ലതും പറ്റിക്കഴിഞ്ഞാലേ ജീവിതം കൈവിട്ടു വന്ന് നിന്റെ മാത്രമല്ല പാർത്ഥി. സുരേന്ദ്രൻ പറഞ്ഞിരുത്തി നോക്കിയതും ചാന്ദിനിയും തിങ്ങളുടെയുമാണ്. ചാന്ദിനി ആ തളർന്ന ആവശ്യമായിട്ടുണ്ടെങ്കിലും തിങ്കളുടെ മുഖത്തെ ഭാവം വ്യക്തമല്ല. എന്നിരുന്നാലും പോലീസ് സ്റ്റേഷനിൽ വെച്ചറിഞ്ഞ പാർത്ഥിക്ക് തിങ്കളുടെയുള്ള സ്നേഹം സുരേന്ദ്രനും അംഗീകരിച്ച മട്ടാണ്. ഒരു പ്രാവശ്യം ജീവിതം കൈവിട്ടുപോയ പെൺകുട്ടിയാണ്. ഇനി അതുപോലെ ഉണ്ടായാൽ ചാന്ദിനിക്ക് പിന്നെ പാർത്ഥിയില്ലാതെ ഒട്ടും പറ്റത്തില്ല. പാർത്ഥിയുടെ വീട്ടിലാണ് അവരെല്ലാവരും ഇപ്പോൾ. അതായത് പ്രണവിന്റെ ഫാമിലിയും മിഥുനിന്റെ ഫാമിലിയും. ഗോപിനാഥ് ശ്യാമിനെയും കൂട്ടി വന്നപ്പോൾ തന്നെ മല്ലികയും വിളിച്ച് യാത്ര പറഞ്ഞു പോയി. സുരേന്ദ്രനും അവർക്കൊപ്പം തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിരുന്നു. പാർത്ഥി കുറച്ചുകൂടെ ഉപദേശം കൊടുത്ത് സുരേന്ദ്രന്റെ ഒപ്പം അശോകന്റെ കുടുംബം അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പാർത്ഥിയുടെ മുഖം ഇപ്പോഴും മുറുകിയിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും നിനക്കൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഓർത്ത് ഉരുകിത്തീരാൻ എൻ്റെ വിധി. അവൻ്റെ ഒരു വാശിയും ദേഷ്യവും. ചാന്ദിനിയുടെ പൊട്ടിത്തെറിക്കും പോലെ ഒരു പറച്ചിൽ. പാർത്ഥി അമ്മയെ കടുപ്പിച്ച് നോക്കി. കാര്യമുള്ള കാര്യത്തിന് തന്നെയാണ് അവൻ തല്ലുണ്ടാക്കാൻ പോകുന്നതെന്നറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ തല്ലിയാൽ എന്താണ് നോക്കി പേടിപ്പിക്കുന്നേ? മനുഷ്യന്മാരായി ഇത്തിരിയെങ്കിലും ക്ഷമ വേണം. ഇനി എന്നോട് മിണ്ടാൻ വരണ്ട നീ. മോളെ, നീ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അവന്. തിങ്കളിനോട് അതും കൂടെ പറഞ്ഞ് സങ്കടത്തോടെയും വാശിയോടെയും ചാന്ദിനി അകത്തേക്ക് കയറിപ്പോയതും ഞാനിപ്പോൾ എന്താണ് പറയുന്നറിയാതെ ഒന്ന് പകച്ചുപോയി തിങ്കൾ. എന്നാൽ ഇവിടെ ഉണ്ടായ ഇത്രയും പ്രശ്നങ്ങൾക്ക് മൂലകാരണം താനാണല്ലോ എന്ന ചിന്തയിൽ പാർത്ഥിയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചവൾ ഇത്ര നേരമായിട്ടും അകത്തേക്ക് കയറാതെ അവൻ്റെ ഈ നിൽപ്പും തനിക്ക് പറയാനുള്ള കേൾക്കാനുള്ള പോലെ തന്നെയാണ്. പാർത്ഥി, എന്താ? അവളുടെ ഗൗരവത്തോടെയുള്ള വിളി, ഇതുവരെ ഇല്ലാത്ത കടുപ്പത്തോടെയുള്ള അവൻ്റെ മറുപടി. തിങ്കൾ സത്യത്തിലൊന്ന് അനക്കമറ്റ് നിന്നുപോയി കുറച്ചു നേരം. ദേഷ്യപ്പെട്ട് ഒരുപാട് അവനവൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ദേഷ്യത്തിനുള്ളിലും അവൻ്റെ മുഖത്ത് കുഞ്ഞൊരു കുസൃതി അല്ലെങ്കിൽ കുറുമ്പ് തിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കടിച്ചു കീറും പോലെയാണ് ചെക്കൻ്റെ ഭാവം. എന്നാലും അതുകൊണ്ടൊന്നും പേടിച്ച് തിങ്കൾ പിന്മാറിയില്ല. ആൻറ്റി പറഞ്ഞ പോലെ പാർത്ഥിവിനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്ക് യാതൊരുവിധ ഉറപ്പില്ല. തന്നെ ഇത്രയും സ്നേഹിക്കുന്ന അമ്മ പറഞ്ഞിട്ട് തനിക്കിതുവരെ കാര്യങ്ങളൊന്നും അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്നലെ വന്ന് എന്നെ താനിങ്ങനെ അനുസരിക്കാനാ. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. താനിങ്ങനെ എടുത്തിയാടി സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. അനുഭവം കൊണ്ട് പറയാം. ജയിലും കേസും കോടതിയൊന്നും അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഈ വാശിയും ദേഷ്യവും കുറച്ചെങ്കിലും കാര്യങ്ങൾ ക്ഷമിച്ചു വിടാൻ പഠിക്കേ. പിന്നെ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പാർത്ഥിവ് ബുദ്ധിമുട്ടണ്ട. അത്രയും പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിപ്പോയതേ. നിൽക്കടയോടെ. ഉയർന്നു പൊങ്ങിയ പാർത്ഥിയുടെ സ്വരത്തിൽ പിടിച്ചിട്ടിയ പോലെ തിങ്കൾ നിന്നു. നടന്നു വന്നവരുടെ മുന്നിലേക്ക് കയറിയുന്നു പാർത്ഥി. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? വലിയ ദാതയോ? ഏതോ ഒരു സാഹചര്യത്തിൽ നിനക്കെന്നൊരു കൊലപാതകം നടത്തേണ്ടിയെന്ന് വെച്ച് എല്ലാവരും അങ്ങനെ കൊല്ലാന്ന് വിചാരിച്ചാണോ മോളി നടക്കുന്നത്? അവന്റെ പരിഹാസം നിറഞ്ഞ പറച്ചിൽ തിങ്കളുടെ മുഖം വീർത്തു. നിന്റെ കാര്യം നോക്കാൻ നിനക്ക് അറിയാന്നല്ലേ നീ പറഞ്ഞേ? എന്നിട്ട് ആ ചേറ്റയിൽ നിന്റെ കൈ കയറി പിടിച്ചപ്പോ ഈ വീറൊന്നും കണ്ടില്ലല്ലോ. ഞാനവനെ തല്ലാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും നീ വന്ന് ചവിട്ടിയിട്ടല്ലേ? തിങ്കൾ അവനെ കടുപ്പിച്ച് നോക്കി പറഞ്ഞു നിർത്തി. പിന്നെ നിന്നാവൻ പിടിക്കുന്ന കണ്ടിട്ട് നീ അവനെ തല്ലുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഞാൻ അതിനീ പാർട്ടിയെ കിട്ടില്ല. നിന്നെ ഒരു താനാവശ്യമായി നോക്കിയിരിക്കുന്ന പോലെ ഞാൻ സഹിക്കില്ല. അപ്പോഴവൻ കൈ കയറി പിടിച്ച്
അവനെ പിന്നെ ഞാനല്ല വേറെ ആരൊന്നും ചവിട്ടും. അല്ലെങ്കിലും ഞാനുള്ളപ്പോൾ നീ എന്തിനാ തല്ലാൻ പോകുന്നത്? അതിന് നീ എൻ്റെ ആരാ? പല്ല് കടിച്ചവളുടെ ചോദ്യം. പക്ഷെ ഇപ്പോൾ പാർത്തി ദേഷ്യപ്പെട്ടില്ല. അത് ഇനിയും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? പകരം മുഖത്തൊരു ചിരിയാണ്. പെണ്ണിന്റെ മുഖം ചുവന്നായിരുന്നു കണ്ട് ആ ചിരി ഒന്നുകൂടെ കൂടി. എന്നാൽ കവിളിലെ വിങ്ങലിൽ അവന്റെ മുഖം ചുളിഞ്ഞു പോയി. അത്രക്ക് നല്ലൊരു അടിയാണല്ലോ കവിളത്ത് കിട്ടിയത്. തിങ്കളുടെ കണ്ണൊന്ന് ചുരുങ്ങി. എന്താ നിന്റെ കവിളത്ത്? ആൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്ത്? പാർത്തി ഒന്ന് പരിങ്ങി. ദേ ഈ കവിള് ചോന്നങ്ങി കിടക്കുന്നു. അങ്ങോട്ടൊരടി കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൊരടി പോലും തിരിച്ചിട്ടാതിരിക്കാൻ ഞാൻ ശക്തിമാനൊന്നല്ല. പെട്ടെന്നാണ് അവന്റെ ആ ഭാവം മാറി. പാർത്തി വീണ്ടും അവൾക്ക് നേരെ ചാടിക്കടിച്ച്. അടിവാങ്ങാൻ ആരും ഉന്തിത്തള്ളി വിട്ടോന്നല്ലോ. എന്ത് സാധന അടി നീ? നിനക്ക് വേണ്ടിയിലടി ഞാൻ പോയി തള്ളിയത്. ചെക്കൻ ഇമോഷണലായി. തിങ്കൾ ഇനി അവനോട് സംസാരിച്ച് ജയിക്കാൻ പറ്റാതെ തോൽവി സമ്മതിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ പാർത്തിയോടെ ചുണ്ടും കൂർപ്പിച്ച് നിന്നു. എന്നാലും ആ കാലനെ എന്തടി അടിച്ച് മുഖത്ത് പാടും വന്നോ? പാർത്തി കാവലിൽ കൈവച്ച് തഴങ്ങുമ്പോൾ തിങ്കൾ ഗേറ്റ് തുറന്നവളുടെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. ഞൊടിയിടയിൽ മതിലും ചാടി അവൻ അപ്പുറത്തേക്ക് എത്തി. ആൾക്ക് മുന്നേ വീട്ടിൽ കയറി നിന്നു. ഇനി എന്താ? സംസാരിച്ച് നിൽക്കുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോവാ. നിനക്ക് വേണ്ടി തല്ലുണ്ടാക്കി വന്നിട്ടും വേറൊന്നും പറയാനില്ലേ നിനക്ക്? പറയാനുള്ളത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ്. അനാവശ്യമായിട്ടുള്ള ദേഷ്യം കുറച്ച് ഈ ആന്റിക്ക് ഇതിന് സമാധാനം കൊടുക്കുക. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ആവശ്യത്തിന് സമാധാനം കൊടുക്കുന്നുണ്ട്. നീ നമ്മുടെ കാര്യം പറയടി. ചെക്കമ്പതി അവന്റെ സ്ഥിരം പഞ്ചാരടിയിലേക്ക് അടക്കുമ്പോൾ കുറച്ചു മുന്നേ ചാടിക്കടിക്കാൻ നിന്നവൻ തന്നെയാണോ ഇതെന്ന് തിങ്കൾ തന്നെ സംശയം തോന്നി. പാർത്തി മര്യാദക്ക് പോകാൻ നോക്കിയേ, അല്ലെങ്കിൽ ഞാനിനി ആന്റിയെ വിളിക്കും. ഓ നീ വിളിച്ച് കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ വിളിച്ചേക്കാം. ഉറക്കാവും വിളിക്കാൻ പോയതും തിങ്കൾ പെട്ടെന്ന് അവരുടെ വാപുത്തി പിടിച്ചു. പാർത്തിയുടെ നോട്ടം ആൾക്ക് നേരെ താഴ്ന്നു. അത്രയും അടുത്താണ് പെണ്ണ്. തിങ്കൾ പെട്ടെന്ന് അവന്റെ ചുണ്ടിൽ നിന്ന് കൈയെടുത്തു. നിനക്കെന്താ വട്ടുണ്ടോ? ഇറങ്ങി പോകാൻ നോക്കി എന്റെ വീട്ടിൽ നിന്ന്. പറയിലോ അവനെ മറികടന്ന് മുൻവാതിലും തുറന്നവൾ അകത്തേക്ക് കയറി. ഉമ്മറത്ത് നിൽക്കുന്നവനെ കണ്ണുരുട്ടി നോക്കി ആ വാതിൽ കൊട്ടി അടക്കുകയും ചെയ്തു. ഇതൊന്നും ഒട്ടും നല്ലതല്ല കേട്ടോ മോളെ. എന്നാലും അയാം ഓക്കെ. ഇഷ്ടപ്പെട്ടു പോയില്ല ഞാൻ. ഇനിയിപ്പോ നാളെ കാണാം. ഗുഡ് നൈറ്റ് മൈ ആംഗ്രി ബേറ്റ്. ഐ ലവ് യു. വിളിച്ചുപോയി പറഞ്ഞുകൊണ്ടാൻ മതിലും ചാടിപ്പോകുന്ന ശബ്ദം തിങ്കളകത്തുനിന്ന് കേട്ടു. ഇതൊക്കെ ഇവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോഴും അവൾക്കൊരു പിടുത്തമില്ല. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു മുറിയിലേക്ക് നടന്നു. ജിത്തുവേട്ടാ ഒന്ന് എഴുന്നേറ്റേ. താര വിളിക്കുമ്പോൾ കമഴി നേർന്നുറങ്ങുന്നവനൊന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു. ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകൾ തുറന്നവൾ എഴുന്നേൽക്കുമ്പോൾ മുന്നിൽ ചായയുമായി നിൽക്കുന്നവളെ തുറിച്ചു നോക്കി. ഒരു സെറ്റ് സാരിയാണ് അവളുടെ വേഷം. സ്ലീവ്ലെസ് നീല ബ്ലൗസും മുടിയൊന്നാകെ അഴിച്ചിട്ടിരിക്കുന്നു. പതിവില്ലാത്ത രീതിയിൽ മുഖത്ത് എന്തൊക്കെയോ ഒരുക്കം കൂടുതൽ. എന്താടി ഇത്? ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോവാ ജിത്തുവേട്ടാ. മോളുടെ പിറന്നാളല്ലേ ഇന്ന്. ജിത്തുവേട്ടൻ പിന്നെ വരില്ലല്ലോ, അതാ വിളിക്കാണ്ടിരുന്നേ. തെല്ലൊരു പരിഭവത്തോടെ താര പറഞ്ഞിരുത്തുമ്പോൾ ശ്രീത്ത് അവളെ കലിയോടെ നോക്കി. ഞാൻ അതല്ലേ ചോദിച്ചു, എന്ത് കോലം കിട്ടിയിട്ട് നീ ഇവിടെ ഇറങ്ങാൻ പോകുന്നത്? പറയിലും ചാടി എഴുന്നേറ്റാൻ അവളുടെ കയ്യിലെ ചായ ഗ്ലാസ് വാങ്ങി നിലത്തെറിഞ്ഞ് ഉടച്ചു. അമ്മയെ വിളിക്കാൻ മുറിയിലേക്ക് ഓടിക്കയറിയ അർച്ചന മോള് പേടിച്ച് രണ്ടടി പുറകിലേക്ക് പോയി. എന്റെ കോലത്തിനെന്താ പ്രശ്നം? താര വാശിയോടെ നോക്കി. അടുത്ത നിമിഷം അവളെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ ചുമരോട് അമർത്തി വെച്ചു. കവളിലെ വേദനയിൽ പൊളഞ്ഞു താര. അയ്യോ അച്ഛാ വേണ്ട. അർച്ചന മോൾ അവർക്കടുത്തേക്ക് ഓടി വന്നു. മാറിപ്പോടി അങ്ങോട്ട്. ശ്രീത്തിന്റെ അലർച്ചയിൽ കൊച്ചു തിരിച്ചോടി. അകത്തേക്ക് വന്ന് ശ്രീപ്രിയുടെ മേത്ത് പോയി ഇടിച്ചു. പുന്നാര മോളെ, എന്റെ നേർക്കെങ്ങാനും നിന്റെ നാവ് പൊങ്ങിയാലുണ്ടല്ലോ, ഇങ്ങനത്തെ കോലം കിട്ടി നീ പോണ്ടെന്ന് ഞാൻ പറഞ്ഞ പോണ്ട. അലറിക്കൊണ്ട് പറഞ്ഞിരുത്തി അവൻ താരയിലെ പിടിവിട്ടു. ഏട്ടൻ ഇതെന്താ? ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടോട്ടെ. പ്രിയ അവന് നേരെ ശബ്ദം ഉയർത്തി. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല, പോയി മാറിയിടി. അവിടെ വേഷം കെട്ടില്. പ്രിയയോടും അവസാനം താരയോടും പറയലും മുണ്ടും മടക്കി കുത്തി അവൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ താര സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ചുവന്ന മുഖത്തോടെ അവനെ നോക്കി നിന്നു. താരയുടെ ഈ കാണിച്ചു കൂട്ടിലെ കണ്ട് ഏകദേശം കാര്യങ്ങൾ ശ്രീത്തിന് പിടികിട്ടുന്നുണ്ട്. ആളുടെ ചേച്ചിയെ പോലെ ആവാൻ നോക്കിയാണ് അവൾ. ആന വാ പൊളിക്കുന്ന കണ്ട അണ്ണാന്റെ ഒരു വാ പൊളിക്കല്. ഉച്ചത്തോടെ ശ്രീത്തിന്റെ ചുണ്ടുകൂടി. ഇനി താര എന്തൊക്കെ ചെയ്താലും ആളോട് പണ്ടത്തെ പോലെയുള്ള താല്പര്യം ശ്രീത്തിന് വരില്ല. അത്രയ്ക്കും അടുത്തുപോയി താരയെ അവന്. ഇവള് തന്നെ കണ്ണും കൈയും കാണിച്ച് മയക്കിയതുകൊണ്ടാണ് തിങ്കൾ തന്റെ കൈ വിട്ടുപോയെന്ന് ചിന്തിച്ച് സ്വന്തം തെറ്റ് മനഃപൂർവ്വം മറന്ന് താരയെ അവൻ പൂർണ്ണമായി വെറുത്തെഴിഞ്ഞിരുന്നു. ചേച്ചി വരുന്നില്ലേ? ശ്രീപ്രിയ പേടിച്ചു നിൽക്കുന്ന കുഞ്ഞിനെ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാനില്ല. മോളുടെ പിറന്നാൾ പോലും മറന്ന് വാശിയോടെ ചീറി. എനിക്ക് പോണം മാമി. കുഞ്ഞി ചുണ്ടി പിളർത്തിക്കൊണ്ടുള്ള മോളുടെ വിഷമം. ചുവന്ന പട്ടുപാവടെ കേട്ട് പിറന്നാളിന് അമ്പലത്തിൽ പോകാൻ സന്തോഷത്തോടെ ഒരുങ്ങിയെന്നാണ് കുഞ്ഞിപ്പെണ്ണ്. മാമി കൊണ്ടുപോകാൻ മോളെ, വായു. പറയലും കൊച്ചിനെടുത്ത് താരയൊന്നുകൂടെ നോക്കി പ്രിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്താടി അവിടെ ഒരു ബഹളം? മാമിനി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അമ്മയുടെ മോന് ഭ്രാന്ത്. അതും പറഞ്ഞ് പ്രിയ പുറത്തേക്ക് പോയതും എന്താടി എന്ന് ചോദിച്ച് ഉമ്മർത്തുണ്ടായ ദിനേശിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അവന് താരയായിട്ട് നല്ല വഴക്കിയിട്ട് കാണും. അടുക്കളയിലേക്ക് പോകുമ്പോൾ ഭാമിനിയുടെ പറച്ചിലൊന്ന് മൂളിക്കൊണ്ട് ദിനേശും ഭാര്യയുടെ പുറകെ പോയി.
ശ്രീത്ത് കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും താര കട്ടിൽ തന്നെ ഇരിപ്പാണ്. അവനോടുത്തിരുന്ന മുണ്ട് മാറി മറ്റൊരു മുണ്ടും ഷർട്ടും എടുത്തിട്ടു. വേഷം മാറിയിട്ട് ഇതൊക്കെ ഒന്ന് അടിച്ചോടച്ച് വൃത്തിയാക്കിടാൻ നോക്ക്, കൽപ്പിക്കും പോലെ പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ താര തുറിച്ചു നോക്കി അവനെ. ഭക്ഷണം വേണ്ട, ഞാൻ പുറത്തു നയിച്ചോളാം. ഭക്ഷണം എടുക്കട്ടെടാ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്ന താര അവിടെ ഇരുന്ന് കേട്ടു. കണ്ണി രണ്ടാമത്തി തുടച്ചുള്ള എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സാരി അഴിച്ചു മാറ്റി. ബ്ലൗസിന്റെ കയ്യിൽ വെറുതെ തലോടി. അന്ന് തിങ്കളിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് സ്ലീവ്ലെസ് ഇടാനുള്ള മുഖത്തിൽ അവൾ ഇങ്ങനെ ഒരെണ്ണം തയ്പ്പിച്ച് ശ്രീത്തിന് ഇഷ്ടാവെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ ആ ബ്ലൗസും കൂടെ മാറ്റി ഒരു ചുരിദാർ എടുത്തിട്ടു. പുറത്തുപോയി ചൂലും മോപ്പെടുത്ത് അറ വൃത്തിയാക്കുമ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ കലങ്ങി നിറഞ്ഞു. താൻ എന്തൊക്കെ ചെയ്താലും ഇനി കാര്യമില്ല. ജിത്തുവേട്ടൻ മാറിപ്പോയിരിക്കുന്നു. അയാളുടെ മനസ്സിൽ ഇപ്പോൾ വേറെന്തൊക്കെയോ ആണ്. തിങ്കൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അവനോളെ കണ്ടതിന് ശേഷമാണ് തനിക്ക് നേരെ ഇത്രയൊക്കെ മോശമായി സ്ത്രീത്ത് പെരുമാറി തുടങ്ങിയെന്ന് താര ഉറപ്പിച്ചു. അവന്റെ ഫാക്ടറിയിൽ തന്നെയാണ് ആൾക്ക് ജോലിയെന്നുകൂടെ ആലോചിച്ച് ഭ്രാന്തായി താരയ്ക്ക്. തന്റെ ജീവിതം താൻ എങ്ങനെയാണ് ഇനി തിരിച്ചു പിടിക്കുക? ചേച്ചി എങ്ങനെയാണ് ജിത്തുവേന്റെ കൺമുമ്പിൽ നിന്ന് ഓടിക്കുക? ആളുടെ തലവുകഞ്ഞു. ഗ്ലാസിന്റെ ചില്ല് പെറുക്കി കളയുമ്പോൾ കയ്യിൽ അതൊന്ന് കുത്തിക്കയറിയതുപോലെ അവൾ അറിഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് താൻ ചെയ്തേ പറ്റൂ. ചോര വാർന്ന കൈ പൊത്തിപ്പിടിച്ച് അവൾ ആലോചിക്കുമ്പോൾ ആളുടെ ഉള്ളിൽ ആരുടെയൊക്കെയോ മുഖം തെളിഞ്ഞു വന്നു. അവസാനത്തെ വഴി നടക്കുമെന്ന് ഉറപ്പിച്ചെങ്കിലും പരീക്ഷിച്ചു നോക്കാം. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചവൾ പുറത്തേക്ക് പോയി. ഉച്ചകത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാർത്തി കടയിലേക്ക് പോയി. ഇന്ന് അവൻ നേരത്തെയാണ് വന്ന്. 12 മണിക്ക് വന്ന് 12:30 ആയപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് മുഖവും വീർപ്പിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട് ചെക്കൻ. കാരണം വേറൊന്നുമില്ല, ചാന്ദിനി അവനോട് പിണക്കമാണ്. ഇന്നിപ്പോൾ ആ തല്ലിമ്പിടിങ്ങായിട്ട് ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും ചാന്ദിനി അവനോട് മിണ്ടുന്നില്ല. പാർത്തി സോപ്പിട്ടൊക്കെ ചെന്നതാ. പക്ഷെ ചന്തു ഇടഞ്ഞതിൽ നിന്നും ചെക്കനും വാശിയായി. ആദ്യമായിട്ടാണ് ഇത്രയും നീണ്ട ഒരു പിണക്ക് അവർ തമ്മിൽ. ഇന്ന് രാവിലെ തിങ്കളിനോട് പോയി അമ്മ എന്നോട് മിണ്ടുന്നില്ലേ എന്നൊക്കെ അവൻ പരാതി പറയുന്ന ചാന്ദിനി കേട്ടിരുന്നു. സ്വഭാവം നന്നാക്കിയാൽ മിണ്ടേണ്ടവർക്ക് മിണ്ടിക്കോളെന്ന് അവളും പറഞ്ഞപ്പോൾ ചവിട്ടിത്തുള്ളി തിരിച്ചു വരുന്നവരെ കണ്ട് ചാന്ദിനിക്ക് ശരിക്കും ചിരി വന്നു. ആ മുഖം കണ്ടാൽ അറിയാം അവന് നല്ല വിഷമമുണ്ടെന്ന്. പക്ഷേ അങ്ങനെയെങ്കിൽ അവൻ അവൻ്റെ വഴിക്ക് വിടാൻ ഇനി പറ്റില്ല. അവൻ്റെ ആ ദേഷ്യവും വാശിയും പൊടിക്കെങ്കിലും കുറയ്ക്കാൻ ക്ഷമ എന്താണെന്ന് പഠിപ്പിക്കാൻ ഈ ഒരു പിണക്ക് അത്യാവശ്യമാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.